ഭയങ്കര ക്രൂരമായിട്ടാണ് സാർ കൊന്നിരിക്കുന്നത്. ഇവിടുത്തെ രാമർ കോയിലിലേക്ക് 3 ദിവസം മുമ്പ് കല്യാണം കഴിക്കാൻ വന്നതാണ് സാർ. കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഭയങ്കര ക്രൂരമായിട്ട് കൊന്നേക്കാണ് സാർ. ലവ് മാരേജ് ആയതുകൊണ്ട് പേരൻസിനെ ഞങ്ങൾ ആദ്യം സംശയിച്ചു. പക്ഷെ അവരല്ല സാർ, കോവിലിൽ സ്വർണം മോഷ്ടിക്കാൻ വന്നവരാണ് സാർ. ക്ലൂ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല സാർ, CC ക്യാമറ ഒക്കെ പൊട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. എൻക്വയറി നടക്കുന്നുണ്ടോ അതോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞോ? അത് നടക്കുന്നു സാർ. നമ്മുടെ ടീം എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഡോസ് കോഡ് വന്നിട്ടുണ്ടോ? വരാൻ പറഞ്ഞിട്ടുണ്ട് സാർ, ബട്ട് നോ യൂസ്. ഇനിയും ലേറ്റ് ചെയ്യാൻ പാടില്ല. എങ്ങനെയെങ്കിലും അവരെ പിടിച്ചേ പറ്റൂ. ഇപ്പൊ തന്നെ 8 അമ്പലങ്ങളിൽ മോഷണം നടന്നു. 8ാമത്തെ അമ്പലത്തിൽ മർഡർ പോലും നടന്നിട്ടുണ്ട്. എവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലിസൺ, എല്ലാ അമ്പലത്തിലും സെക്യൂരിറ്റി കൂട്ടിയേ പറ്റൂ. ഓക്കെ സാർ. അമ്പലത്തിനുള്ളിലുള്ള സ്വർണം മോഷ്ടിച്ചെങ്കിൽ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടാവും? സാർ സാർ എനിക്കൊന്നും അറിയില്ല സാർ, പ്ലീസ് എന്നെ വിശ്വസിക്കും സാർ. 2 ആളുകളെ മൃഗീയമായി കൊന്നില്ലേ? പോലീസ് എന്ന് വെച്ചാ വിഡ്ഢികളാണെന്ന് കരുതിയ നീ? നിന്റെ ഗ്യാങ്ങിലുള്ള മറ്റുള്ളവരെവിടെ? 1 കൊല്ലമായി സാർ ഞാൻ ഇതൊക്കെ വിട്ടു സാർ. എനിക്കറിയില്ല സാർ, ഞാൻ അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല സാർ. എന്നെ വിശ്വസിക്കും സാർ, പ്ലീസ് സാർ, പ്ലീസ്. ദൈവത്തിന്റെ തിരുനടയിൽ നിന്ന് മോഷ്ടിക്കുക, മർഡറും ചെയ്യുക, പിന്നെ ദൈവത്തിനെ പിടിച്ച് സത്യയിടുക. നിങ്ങൾ മോഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വർണം മാത്രമല്ല, ഭക്തർക്ക് ദൈവത്തിന്റെ മേലുള്ള വിശ്വാസം കൂടിയാണ്. സ്വമേധയാ രക്ഷിക്കാൻ പറ്റാത്ത ആളെ എങ്ങനെ ദൈവം എന്ന് വിളിക്കും? പ്ലീസ് സാർ. തെറ്റ് ചെയ്തവനോട് പോലും ദൈവം ക്ഷമിച്ചെന്ന് വരും. പക്ഷെ ദൈവം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ തെറ്റ് ചെയ്തവനെ ഞാൻ ഉറപ്പായിട്ടും വിടില്ല. നിന്നെ പോലത്തെ ചെറ്റകളെ രക്ഷിക്കാൻ വേണ്ടി ആ ദൈവം പോലും വരില്ല. സാർ സാർ എനിക്കൊന്നും അറിയില്ല സാർ. 3 വരെ എണ്ണാൻ പോവാ. 1 സാർ 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 വേണ്ട സാർ, പ്ലീസ് സാർ. സാർ 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 എന്നെ വിട്ടേക്ക് സാർ. സാർ പ്ലീസ് സാർ. സാർ CI ടൈം എത്രയാ? 11 സാർ. ഇവർക്ക് 2.5 മണിക്കൂർ സമയമുള്ളൂ. അതിനുള്ളിൽ ചെയ്ത കുറ്റം സമ്മതിച്ചാൽ രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ഇറ്റമ്മടികളെ ബ്രഹ്മമുഹൂർത്തത്തിൽ എൻകൗണ്ടർ ചെയ്തേക്ക്. വൈകുണ്ഠത്തിലേക്ക് പോയി അവിടെ കൊള്ളയടിക്കട്ടെ. മനസ്സിലായോ? മനസ്സിലായി സാർ. പക്ഷേ ഇതുവരെയും 4 എൻകൗണ്ടർ നമ്മൾ ചെയ്തു സാർ. അതുകൊണ്ട് ഒരു യൂസും ഇല്ല സാർ. കുറേ ട്രൈ ചെയ്തു സാർ. ഇതിന് പിന്നിലൊരു സ്ട്രോങ് ടീമുണ്ട് സാർ. എനിക്കെന്തോ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇതിനുള്ളിൽ ഉള്ള പോലെ ഫീൽ സാർ. എൻകൗണ്ടർ മീഡിയയിൽ നല്ല പബ്ലിസിറ്റി വരണം സാർ. ഇതിനുശേഷം ഇനി എവിടെയാണ് കളവ് നടക്കുന്നത്, മർഡർ നടക്കുന്നത് എല്ലാം മനസ്സിലാവണം. ഇനി ഒരു പെണ്ണ് പോലും ബലിയാടാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഈ സംഗീതം ഒന്ന് കേൾക്കൂ അമ്മേ. അമ്മേ മതിയായില്ലേ? നിൽക്കേ, ഞാൻ മണിയടിക്കാം. എന്താ അമ്മേ, കരുണ കാണിക്കില്ലേ? ലക്ഷ്മി ദേവി 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 കേൾക്കുന്നില്ലേ അമ്മേ? അമ്മേ അമ്മേ കണ്ണു തുറക്കൂ അമ്മേ. അമ്മേ മഹാമായേ കരുണ കാണിക്കമ്മേ.
അമ്മേ എന്നെ കണ്ണു ആരാണ് തുറക്കമ്മേ. വിളിച്ചത്? ആ ഞാൻ തന്നെയാണ് വിളിച്ചത്. അല്ല നിങ്ങൾ ആരാണ്? ലക്ഷ്മി ദേവി വരാൻ പറഞ്ഞിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കുന്നോ? അറിവില്ലാത്തവനെ. നിങ്ങൾ ലക്ഷ്മി ദേവിയാണോ? കറക്റ്റ് കറക്റ്റ്. ഞങ്ങളുടെ വീട്ടിലുള്ള ഫോട്ടോയിലും ലക്ഷ്മി ദേവി നിങ്ങളെ പോലെ തന്നെയാ ഇരിക്കുന്നത്. അമ്മേ ലക്ഷ്മി ദേവി കരുണ കാട്ടമ്മേ. അമ്മേ മഹാമായേ. നിന്റെ സംസാരത്തിൽ മാത്രമല്ല ജീവിതത്തിലും നീ ഒന്നുമില്ലാത്തവനാണെന്ന് നിന്നെ കണ്ടാലേ അറിയാം. സത്യമാണമ്മേ സത്യമാണമ്മേ. സത്യം 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 തന്നെയാ. നീ ദരിദ്രനാണെന്ന് ഞാൻ മനസ്സിലാക്കി. ആ ഇതാ ഈ കിരീടം നീ എടുത്തു. കിരീടോ? ഒറിജിനൽ തന്നെയാ. ഒരു നിമിഷം. ഇതാ ഈ ജിമിക്ക് എടുത്തോ. അമ്മ അത് വേണ്ട അമ്മേ. അത് ഊരി കഴിഞ്ഞാൽ അമ്മയെ കാണാൻ ഒരു രസം ഉണ്ടാവില്ല. അതിന് പകരമായിട്ട് അരക്കച്ച കിട്ടിയിരുന്നെങ്കിൽ SRM ഫോർച്യൂൺ ഹോംസുകാര് അവർ 2-3 പ്ലോട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ 2-3 പ്ലോട്ട് വാങ്ങായിരുന്നു. പ്ലീസ് അമ്മ. അരപ്പെട്ട ഊരി തരാൻ എന്റെ പതി വിഷ്ണു ഭഗവാൻ സമ്മതിക്കില്ല. മാപ്പാക്കണം മാപ്പാക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നില്ല. അതിന് പകരം വേറെ എന്തെങ്കിലും. എന്നാ ഈ കഥ പിടിച്ചു. അയ്യോ എത്ര ഗോൾഡ് ഉണ്ട് ഇതിനകത്ത്. ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സ്വപ്നത്തില് നീ ഒരു ദരിദ്രനാണല്ലോ. എന്താ ഇത് സ്വപ്നമായിരുന്നോ? അമ്മ അമ്മ ആ സ്വർണ്ണം ഇരിക്കുന്നതാ. നോക്ക് നിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. പോയി എടുക്ക്. സ്വപ്നം അല്ലാന്ന് നിനക്ക് തന്നെ മനസ്സിലാകും. പോ. ഡീൽ ക്യാൻസൽ. ഞാനിത് എവിടെയുള്ളത്? ഹലോ സിരി. ഓർമ്മയുണ്ട് സിരി. രാത്രി ബാച്ചിൽ പാർട്ടിയില് കുറച്ച് ഓവറായി പോയി. സ്വപ്നത്തിൽ ലക്ഷ്മി ദേവി വന്നു. വന്നായിരുന്നു. അത്യാഗ്രഹം കാരണം എനിക്ക് ഒന്നും തന്നില്ല സിരി. സോറി സിരി, ഞാൻ ഇറങ്ങാൻ പോവാ. ഇതുവരെ സംസാരിച്ചില്ല. ഞാൻ പോകുന്ന വഴി സംസാരിച്ചോളാം. ഓക്കെ നീ റെഡി ആയിട്ടിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ വരും. ലവ് യു സിരി. ഉമ്മ. നമ്മളെ പറ്റി വീട്ടിൽ അറിഞ്ഞു. നിനക്കിതുവരെ അറിയാവോ? അപ്പൊ നമ്മൾ ഒളിച്ചോടി പോകുന്ന കാര്യം അവരെ അറിഞ്ഞോ? ഇനി നമ്മളെ പോലീസും പിടിക്കും. എനിക്ക് പേടിയാവുന്ന സിരി. വേണ്ടടി നമുക്കിത് വിട്ടേക്കാം. ഏയ് അങ്ങനൊന്നും പറ്റില്ല. ഞാൻ നോക്കിക്കോളാം. ആ അമ്പലം കാട്ടിനുള്ളിലാ ഉള്ളത്. വഴിയൊന്നുമില്ലേ? ഫാസ്റ്റ്. നിർത്ത്. എന്ത് പറ്റി? എല്ലാം ഉണ്ടല്ലോ. പക്ഷെ മാല എവിടെയാടാ? അവിടെ. പേടിയുടെ കൂടെ ഇവന് ബോധം ഇല്ലാതായി പോയി. ഇവിടെ കുറെ മാലയുണ്ടല്ലോ. ഇത് ഇത് വലുതാണല്ലോ. ഇത് എത്ര? 100 രൂപ. ശരി. കല്യാണപ്പെണ്ണാണോ? അടിപൊളിയല്ലേ? അടിപൊളിയായിട്ടുണ്ട്. നീ ഒരു സിംഗമാണഗിരി. പോലീസ്. കല്യാണ ചെറുക്കനാരാ? എന്നെ കണ്ടോ നിനക്ക് കല്യാണ ചെറുക്കനെ പോലെ തോന്നുന്നില്ലേ? പിടിക്ക് മോനെ. അതിനെല്ലാം സൗന്ദര്യം വേണം. അതാദ്യം മനസ്സിലാക്ക്. പൊടി. ശരി ഓക്കെ അല്ലേ? പോലീസ്. അമ്മേ മഹാമായേ എന്നെ രക്ഷിക്കണേ. എന്നെ പിടിക്കപ്പെടല്ലേ. എന്താടാ കുഞ്ഞുനാള് മുതലേ നീ ഇങ്ങനത്തെ പേടിത്തൊണ്ടനാണോ? എപ്പോ കണ്ടാലും ഇങ്ങനെ പേടിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇല്ലടി ശരി. പേടിയുള്ള ആൾക്കാരെ അടുത്തിരിക്കുന്ന ആൾക്കാർ പിന്നെയും പേടിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര പേടിയായി പോകും. അറ്റ്ലീസ്റ്റ് എനിക്ക് വേണ്ടിയെങ്കിലും നീ പേടിയില്ലെന്ന് ആക്ട് ചെയ്യടി. അയ്യോ അയ്യോ എന്തൊരു ആക്ടിങ്ങാ. പോലീസോ? അമ്മേ മഹാമായേ എന്നെ രക്ഷിക്കണേ. എനിക്കൊരു 108 തേങ്ങായും 108 പ്രദർശനവും ഞാൻ ചെയ്തേക്കാം. എന്നെ എങ്ങനെങ്കിലും രക്ഷിക്കണേ പ്ലീസ്. വെരി നൈസ് ഡ്രൈവിംഗ്. പെട്ടെന്ന്. അയ്യോ നമ്മളെ പിടിച്ചെന്നാ തോന്നുന്നേ. ഇനി പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകാൻ പോകുന്നത്. എനിക്ക് പേടിയാവുന്നടാ. ഈ
ഇവനെന്താ ഫാഷൻ ഷോയിലൊക്കെ നടന്നു വരുന്ന പോലെ നടന്നു വരുന്നേ? ധൈര്യമായിട്ടിരിക്കണേ, ഒന്നും സംഭവിക്കത്തില്ല. എന്തിനാ അത്ര സ്പീഡ്? എങ്ങോട്ടാ പോകുന്നേ? കല്യാണം കഴിക്കാൻ പോവാ. ഈ കൊറോണ സമയത്ത് കല്യാണോ? ആ ഇതേ ചോദ്യം വലിയ വലിയ ആർട്ടിസ്റ്റിന്റെ അടുത്തോ പൊളിറ്റീഷ്യന്റെ അടുത്തോ ചോദിക്കുവോ? കൊള്ളാലോ. നിന്നെ പോലെ വേറെ ആരെങ്കിലും റോഡിൽ സ്പീഡായി പോവുകയാണെങ്കിലേ ഞാൻ അവരെയും വിട്ടേക്കില്ല. സർ, അമ്പലം കാടിനകത്താ ഉള്ളത്. ഒരുപാട് ദൂരം പോണം. പ്ലീസ് സർ, നിങ്ങൾ നമ്മളെ വിടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. നിന്റെ ഈ തീരുമാനം നല്ലോണം ആലോചിച്ച് തന്നെയല്ലേ? അതെ, ഞങ്ങൾ രണ്ടുപേരും മേജേഴ്സ്. നമ്മുടെ ഇഷ്ടാ. വണ്ടി എടുക്കടാ. എന്ത് ചെയ്യാനാ ഇക്കാലത്ത് പിള്ളേരെ പറഞ്ഞിട്ട് ഒരു കാര്യം. അമ്മേ, ലക്ഷ്മി നാരായണ എന്നെ രക്ഷിച്ചല്ലോ.